നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. ഡയറക്റ്റ് മെസ്സേജ് ആണ് DM ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് എനർജീസ് ചെക്ക് ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്? ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ വല്ലാത്തൊരു ഹെർമിറ്റ് എനർജിയിലാണ് ഇവിടെ ഉള്ളത് പ്രസൻ്റ്ലി. മേ ബി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാവും. ലൈക്ക് ഡെത്ത് സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താ ബിലൗഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പ്രസൻ്റ്ലി ഇവർ അത്രയും വിശ്വസിച്ച് കൂടെ നിന്നിട്ടുള്ള ആരെങ്കിലും ഈ ഒരു വ്യക്തിനെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാവാം. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരവസ്ഥയാണ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കാണാൻ പറ്റുന്നുള്ളത്. നമ്മൾ പറയില്ല, അത്രയും വിശ്വസിച്ച് കൂടെ നിന്ന ആളുകൾ നമ്മളെ പറ്റിച്ചിട്ട് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പെയിനാണ് അല്ലേ. സോ അങ്ങനെയുള്ളൊരു പെയിനിലൂടെയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം ഈ ഒരു വ്യക്തിക്ക് ആരോടും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല. ശരിക്കും നമ്മൾ പറയില്ലേ, സൈലൻ്റ് ആയിട്ട് നമ്മൾ സൈലൻസ് ആണ് ഏറ്റവും വലിയ പെയിൻ. നമ്മൾ കരഞ്ഞു തീർക്കുകയാണ്, അല്ലെങ്കിൽ രണ്ടുപേരോട് പല പല കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു പെയിനെങ്കിലും നമുക്കത് റിലീഫ് വരും. പക്ഷെ അത് പറയാതിരിക്കുന്ന ഒരു എനർജിയിലാണെന്നുണ്ടെങ്കിൽ അത് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും. ലിറ്ററലി ഒരു 10 സോഴ്സ് നമ്മുടെ ബോഡിയിൽ കുത്തിയിറക്കുന്നതിന് തുല്യമായിരിക്കും ആ ഒരു എനർജി വരുന്നുള്ളത്. സോ അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. റീസെൻ്റായിട്ട് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലും എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഈ ഒരു വ്യക്തിക്ക് ഒത്തിരിയധികം ഫൈനാൻഷ്യൽ ക്രൈസിസ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ലൈക്ക് നല്ല രീതിക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. പൈസ എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ കടബാധ്യതകൾ എങ്ങനെ തീർക്കും, അങ്ങനെയൊക്കെയുള്ള രീതിക്ക് ഒത്തിരിയധികം തോട്ട്സുകൾ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഈ ഒരു ടൈമിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി അതും ആവാം, ആ ഒരു റീസൺ ആയിരിക്കാം മേ ബി ഈ ഒരു വ്യക്തി അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോകുന്നത്. മേ ബി അതാവാം. ഓക്കെ, ശരിക്കും ഈ ഒരു വ്യക്തി ലിറ്ററലി ഈ ഒരു ടൈമിൽ ഒരു ഹീൽ ചെയ്യണം എന്നുള്ളൊരു എനർജിയാണ്. ഐ തിങ്ക് നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഒരു ഹീലർ എന്നുള്ളൊരു എനർജിയാണ്, ഒരു റോളാണ് ഇവിടെ വഹിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. ക്ലിയർ ആയിട്ട് പറയണം, നോ ഷുഗർ കോട്ട്. എനിക്കിപ്പോൾ ഷുഗർ കോട്ട് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല, അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഒരു ഹീലർ എന്നുള്ള രീതിക്കുള്ള റോളാണ് വഹിക്കുന്നത്. അപ്പം ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോൾ ഇപ്പം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ അവർ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലിറ്ററലി ലൈക്ക് നിങ്ങളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഫൈനാൻഷ്യലി ഇവർ ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഐഡിയാസ് കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പോട്ടേഴ്സ് ആരെയില്ല എന്ന് പറയുന്ന ആ ഒരു വാക്കായിരിക്കാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഹീലിംഗ്. സോ അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ലിറ്ററലി ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഇവരുടെ ലൈഫിൽ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടക്കുകയാണ്, ഇന്നതുപോലെയാണ് നടക്കുന്നത് എന്നൊക്കെ ഈ ഒരു വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ശരിക്കും എന്താ പറയുക, ആ ഒരു എനർജി ഓടി വന്ന് പറഞ്ഞിട്ട് അതിനെങ്ങനെയെങ്കിലും ഹീൽ ചെയ്തിട്ട് വീണ്ടും റിട്ടേൺ പോകണം എന്നുള്ളൊരു തോട്ട്സിലാണ്. ഈ സ്റ്റേബിളായിട്ടിരിക്കാനായിട്ട് ആൾക്കൊരു ദേഷ്യമൊന്നുമില്ല, ജസ്റ്റ് വരിക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പോകും. സോ അറ്റ്ലീസ്റ്റ് അത് പറയാനെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുകയാണ്. ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. പ്ലീസ് ടെൽ മീ യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്? ഐ തിങ്ക് നിങ്ങൾ എന്തൊക്കെയോ ഹീലിംഗ് ചെയ്യുന്നുണ്ട് ഇവിടെ. മേ ബി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ഹീലിങ്സ് ചെയ്യുന്നുണ്ട്. മേ ബി റിലേഷൻഷിപ്പ് ഹീലിങ്സ് ചെയ്യുന്നുണ്ടാവാം, ഐ ഡോണ്ട് നോ. പക്ഷേ ഇവിടെ ഹീലിംഗ് കാണിക്കുന്നുണ്ട്. എപ്പോഴും ഹീലിംഗ് നമ്മൾ ഹീൽ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് അവെയർനെസ് വരത്തില്ലേ, അതും ഹീലിംഗ് ആണ്. നമ്മൾ അവെയർനെസ്സിൽ നിൽക്കുന്നത് ഇങ്ങനെ ആയാൽ ശരിയാവത്തില്ല, ഇത് മുന്നോട്ടേക്ക് എന്തെങ്കിലും ഇതിനോട് തീരുമാനം വേണം, അങ്ങനെയൊക്കെയുള്ള തോട്ട്സുകളൊക്കെ എടുത്ത് നമ്മളതിനെ ആ ഒരു സിറ്റുവേഷൻസിനെ മനസ്സിലാക്കി ആ ഒരു അവെയർനെസ്സിലേക്ക് വരുന്നതും ഹീലിംഗ് തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ എനർജീസ് ഐ തിങ്ക് പ്രസൻ്റ്ലി ഈ ഒരു വ്യക്തി ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു പക്ഷേ ഇവിടെ ആ ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങളാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫൈനാൻഷ്യൽ ക്രൈസാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, അതാണ് മെയിൻ കാര്യം. ലൈക്ക് എത്രയൊക്കെ ആ ഒരു ഫൈനാൻസ് ഇല്ല, ആ ഒരു കടവും ബാധ്യതകളും ഒക്കെ
കുറയ്ക്കാനായിട്ട് ആൾ ശ്രമിച്ചെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും കൂടി വരുന്നതല്ലാതെ കടം കുറയുന്നില്ല. മനസ്സിലായി? കടം കുറയുന്നില്ല. ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ആ ഒരു ഫൈനാൻസിൻ്റെ പുറകെ പോവുക, ഈ ഒരു കണക്ഷനെ സാക്രിഫൈസ് ചെയ്ത് കാരണം ഇതും ഒരു സ്ട്രെസ്സും കാര്യങ്ങളുമാണ് ഈ റിലേഷൻ. നിങ്ങളാണെങ്കിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവരുടെ ചെവി ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സ്ട്രെസ്സാണ്. അപ്പം അവരുടെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവരൊട്ട് നിങ്ങളോട് അവരുടെ സാഹചര്യങ്ങൾ പറയുന്നുമില്ല. നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ അവർ കോണ്ടാക്ട് ചെയ്യുന്നില്ല, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പം അതാണ് ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ. ഇനിയിപ്പോൾ മാഡം അങ്ങനെ പറഞ്ഞല്ലോ എന്നൊന്നും പറയാൻ നിൽക്കേണ്ട. എനിക്ക് അതാണ് മെയിൻ കാര്യം. അപ്പം വിചാരിക്കുന്നത് അങ്ങനെ എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്തൊരു പാർട്ട്ണറിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നതിനും വലിയ കാര്യമൊന്നുമില്ല. സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോകുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷനില്ല. കാരണം ഈ സമയത്ത് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്റ് ഗോ ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ അതെനിക്ക് ഈ റിലേഷൻ മാത്രമാണ്. ഇതാണ് എനിക്ക് ലെറ്റ് ഗോ ചെയ്ത് കളയാൻ പറ്റുന്നുള്ളൂ. അതേ ഒരു ഓപ്ഷനുള്ളൂ. അല്ലാതെ എൻ്റെ ഫൈനാൻഷ്യൽ ക്രൈസിസിനെയോ എൻ്റെ ഫാമിലിനെയോ എൻ്റെ സിറ്റുവേഷൻസിനെയോ ഒരിക്കലും എനിക്കിതിൽ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് കളയാനായിട്ടോ ലെറ്റ് ഗോ ചെയ്യാനായിട്ടോ പറ്റത്തില്ല. സോ ആ ഒരു എനർജി ഇത് ഈ കാർഡ്സിൻ്റെ സൈഡ് എൻ്റെ കയ്യിൽ കൊണ്ട് കയറി ഭയങ്കരമായിട്ടും. ഇത് ഭയങ്കരമായിട്ട് ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ് ഈ റീഡിങ്ങിൽ എനിക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസിലാണ് ഈ ഒരു ടൈമിലൂടെ ഉള്ളത്. കാരണം ഭയങ്കരമായിട്ട് ഫൈനാൻഷ്യൽ ക്രൈസിലാണ്. ഇവർക്ക് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും കുറച്ച് ക്യാഷ് കിട്ടണം. അതാണ് ഇവരുടെ മെയിൻ തോട്ട്സ് ഈ ഒരു ടൈമിൽ. എങ്ങനെയെങ്കിലും ബാധ്യതകളൊക്കെ ഒന്ന് ഒഴിവാക്കണം, കരിയറൊക്കെ ഒന്ന് സ്റ്റേബിൾ ആക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബ് തേടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ ഉള്ള ആ ഒരു ജോബിൻ്റെ സാലറി വെച്ചിട്ട് ആൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നല്ലൊരു ജോബ് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബ് നോക്കണം. പ്ലസ് നല്ലൊരു കുറച്ച് ഫൈനാൻഷ്യൽ എന്താ പറയുക സേവിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. അതൊക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ പ്രസൻ്റ്ലി ഉള്ള തോട്ട്സുകളും കാര്യങ്ങളും. അതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഇങ്ങനെ ചിന്തിച്ച് ബേജാറായിക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ടും ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡിൽ ഒത്തിരിയധികം എങ്ങനെയെങ്കിലും എന്തെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള ഐഡിയാസും കാര്യങ്ങളും ഈ ഒരു ടൈമിൽ ഇവരുടെ മൈൻഡിലുണ്ട്. എന്തെങ്കിലും ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് കുറേ ക്യാഷ് ഉണ്ടാക്കണം. പെട്ടെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു പെട്ടെന്ന് ക്യാഷ് ഉണ്ടാകുന്ന ഒരു ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കടവും ബാധ്യതകളും എല്ലാം തീർത്ത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ. നോർമൽ എല്ലാ മനുഷ്യനും ചിന്തിക്കാറുണ്ട്. അപ്പം ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത്. ശരിക്കും ലിറ്ററലി അതാണ് അവസ്ഥ. എനിക്ക് ആളുടെ എനർജിയിൽ നിന്ന് എനിക്ക് ഈ ഒരു വേർഡ്സാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ ആ ഒരു എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഗൈഡൻസ് സെയിം വേർഡ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നിട്ടുള്ളത്. ശരിക്കും പൈസയ്ക്ക് ഒത്തിരിയധികം ആവശ്യങ്ങൾ ഈ ഒരു വ്യക്തിക്കുണ്ട്, ഒത്തിരിയധികം ആവശ്യങ്ങൾ. മേ ബി റീസെൻ്റ് ആയിട്ട് എവിടെയോ കൊണ്ട് ഈ ഒരു വ്യക്തി എന്തൊക്കെയോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കടത്തിൻ്റെയും ബാധ്യതയ്ക്ക് ഇടയിലും എന്തോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഫേസിലാണ്. അപ്പോഴും ആൾ കൺഫ്യൂസ്ഡ് ആണ്. ലൈക്ക് ഞാനിതിന് ഇൻവെസ്റ്റ് ചെയ്തു, എനിക്കതിലൊരു ഗ്രോത്ത് ഉണ്ടാകുമോ, ഞാൻ ആഗ്രഹിക്കുന്ന രീതിക്കുള്ളൊരു ഈക്വൽ ഗിവൻ ടേക്ക് ഈ ഒരു ബിസിനസ്സിലും എനിക്ക് കിട്ടുമോ എന്ന ആളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു ഇവരുടെ വീട്ടിലെന്തെങ്കിലും ജപ്തിയോ കാര്യങ്ങളോ ഒക്കെ നടക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. കാരണം ലീഗൽ മാറ്റേഴ്സ് എന്തോ ഈ ഒരു വ്യക്തി എന്തോ ലീഗൽ മാറ്റേഴ്സുമായിട്ടും എന്താ പറയുക ലീഗൽ മാറ്റേഴ്സുമായിട്ടും ഇൻവോൾവ് ആണ്. അതുമായിട്ടും ഡീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. ഓക്കെ, മേ ബി അതും ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം. പൈസ റിലേറ്റഡ്, മേ ബി ജപ്തി ആവാം, അല്ലെങ്കിൽ എനിക്കങ്ങനെ ജപ്തിയൊക്കെ ഫീൽ ചെയ്യുന്നു. ബാങ്കിൽ ജപ്തി, അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് ആവാം, മേ ബി ഡിവോഴ്സിൻ്റെ ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ എന്തൊക്കെയോ സംതിങ് ഡൗറി റിട്ടേൺ കിട്ടിയ ഡൗറി തിരിച്ച് റിട്ടേൺ കൊടുക്കുന്നതിൻ്റെ ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും ക്യാഷ് കൊടുത്തിട്ട് തിരിച്ച് കൊടുക്കാത്തതാവാം, അല്ലെങ്കിൽ മേടിച്ചിട്ട് തിരിച്ച് ഈ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ കേസ് കൊടുത്തിട്ടുള്ളതാവാം. സംതിങ് ഈസ് റിലേറ്റഡ് ടു ഫൈനാൻസ് ആൻഡ് സംതിങ് ഈസ് റിലേറ്റഡ് ടു ലോസ് റിലേറ്റഡ് ആയിട്ട് എന്തോ കാര്യം, നിയമപരമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു ടൈമിൽ
നടക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. എത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഫോക്കസ്ഡ് ആയിട്ടുള്ളത് ഇവരുടെ കരിയറിൽ മാത്രമാണ്. വേറെ ഒരു പ്രശ്നങ്ങൾക്കും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കരിയറിൽ ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ആളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വ്യക്തിയിൽ നിന്ന്. ഇപ്പം ആളുടെ മൈൻഡിൽ ആകെപ്പാടെയുള്ള ഒരേ ഒരു കാര്യം, ഒരേ ഒരു തോട്ട്സ് എന്ന് പറയുന്നത് മണി 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 എന്നുള്ളത് മാത്രമാണ്. ബാക്കിയൊക്കെ പിന്നെ എന്നുള്ളൊരു എനർജിയിലാണ് ആളിവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.